ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഹെയർ ബണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓഫീസ് ഹെയർ സ്റ്റൈലായിട്ടും അതേപോലെ തന്നെ കുറച്ച് ഹെയർ ആക്സസറീസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊരു പാർട്ടി ഹെയർ സ്റ്റൈലായിട്ടും ഉപയോഗിക്കാം. സോ വളരെ സിമ്പിളാണ്. ഫ്ലാറ്റ് 5 മിനിറ്റ്സിൽ 5 മിനിറ്റിന് താഴെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ ബൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ മുടി നന്നായി ഈരി നമ്മുടെ മുടിയിൽ ജടയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഞാൻ മുടിയുടെ അതായത് 3/4 ഓഫ് മുടി ഞാൻ എടുക്കുകയാണ്. അതെടുത്തിട്ട് നമ്മൾ അത് ഒരു പോണിറ്റെയിൽ കെട്ടുകയാണ് ചെയ്യാൻ പോണത്. ബാക്കി മുടി അങ്ങനെ തന്നെ വിടുക, അത് അവിടെ കിടന്നോട്ടെ. അത് നമുക്ക് ബാക്കി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് അവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ 3/4 ഓഫ് ഹെയർ എടുത്തിട്ട് ഒരു പോണി കെട്ടുക. നമ്മൾ സാധാരണ പോണിറ്റെയിൽ എങ്ങനെ കെട്ടുക അതേപോലെ തന്നെ ഒരു എലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് കെട്ടിയെടുക്കുക. ഇത് നമ്മുടെ ബണ്ണ് ഞാൻ ഉദ്ദേശിക്കുന്ന അധികം മേപ്പെട്ടുമല്ല അധികം കീഴ്പ്പെട്ടുമല്ല, സംവോട്ട് ഇൻ ദ മിഡിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോണി കെട്ടുമ്പോഴും സംവോട്ട് ഇൻ ദ മിഡിൽ തന്നെ പോണി കെട്ടുക. നല്ല ടൈറ്റായിട്ട് ഒരു പോണി കെട്ടുക. അതിനുശേഷം ഈ മുടി വല്ലാണ്ട് ഫ്ലാറ്റായി തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സെക്ഷനിൽ ഈ റാറ്റെയിൽ കോമ്പ് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മേപ്പട്ടേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. ഒരു പുഫിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഈ ചീർപ്പ് വെച്ചിട്ടൊന്ന് ഈരി കൊടുക്കുക, നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോണി നമ്മൾ കെട്ടിയില്ലേ, ആ മുടി എടുത്തിട്ട് അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റോൾ ചെയ്ത് ഈ പോണിയുടെ ചുറ്റും ഇങ്ങനെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒരു ബൺ പോലെ ആക്കിയെടുത്ത് നമ്മൾ അതിനെ ബോബി പിന്നോ അല്ലെങ്കിൽ യു പിന്നോ വെച്ച് സെക്യൂർ ചെയ്യാം. എപ്പോഴും യു പിൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇങ്ങനത്തെ കാര്യങ്ങൾ സെക്യൂർ ചെയ്യാനായിട്ട്. ബണ്ണൊക്കെ സെക്യൂർ ചെയ്യാൻ യു പിൻ തന്നെയാണ് നല്ലത്. അപ്പോൾ യു പിൻ എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ യു ഷേപ്പിലായിരിക്കും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അവിടേക്ക് എവിടെയാണോ നമുക്ക് പിൻ ചെയ്യേണ്ടത് അവിടെ നന്നായി അമർത്തി കൊടുക്കാം. ഇത് വളരെ നീളമുള്ളതും പിന്നെ ഇതൊരു യു ഷേപ്പിലുള്ള കാരണം ഇത് നന്നായിട്ട് അവിടെ അതിന് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ അത് നല്ലതാണ്, നല്ല സെക്യൂർ ആയിട്ടിരിക്കും. ബോബി പിന്നെക്കാട്ടും സെക്യൂർ ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മുടി എന്താ വേണ്ടതെന്ന് വെച്ചാൽ 4 ഈക്വൽ പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ല, അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഏറ്റവും ആദ്യത്തെ സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. നല്ല ഒരു സ്മൂത്ത് ഫിനിഷിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ മുടി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബണ്ണുണ്ടല്ലോ, ഈ ബണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു യു പിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനത്തെ സെക്ഷൻ ഓഫ് ഹെയറില്ലേ അതെടുക്കാം. എടുത്തിട്ട് ഇത്തവണ നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങണത്. ഈ ബണ്ണിന് ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കണ്ടേ, പക്ഷെ നമ്മൾ തുടങ്ങണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് തുടങ്ങണത്. ലാസ്റ്റ് ടൈം നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. എന്നിട്ട് ഈ ബണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റി എഗെയിൻ യു പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. വളരെ സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് തുടങ്ങണേ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുകയാണ്. എഗെയിൻ നമ്മൾ ഇത്തവണയും തുടങ്ങണത് ലൈക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. നമ്മൾ ലാസ്റ്റ് ടൈം തുടങ്ങിയത് എവിടെ നിന്നാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ തുടങ്ങിയിട്ട് ഈ ബണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ യു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരു പ്രത്യേക ഒരു വേവി കൈൻഡ് ഓഫ് ഒരു ഇതുപോലെ തോന്നും നമുക്ക് മുടി കാണുമ്പോൾ. നല്ല രസമാണ്. ഇതിൻ്റെ അവസാനം വരുന്ന ഒരു രീതി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എനിക്കതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം അവസാനത്തെ സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് നമ്മൾ ഈ ബണ്ണിന് ചുറ്റും ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ യു പിൻ വെച്ച് സെക്യൂർ ചെയ്തു. എന്നിട്ട് പിന്നിൽ എനിക്ക് കുറച്ച് ചെറിയ ചെറിയ മുടികളുണ്ട്, അതെല്ലാം ഞാൻ വലിച്ചെടുത്ത് നമ്മുടെ ബോബി പിൻ വെച്ചിട്ട് അതായത് ഇർക്കിലി സ്ലൈഡ് വെച്ചിട്ട് നല്ലോണം സെക്യൂർ ചെയ്ത് വയ്ക്കുകയാണ്. സൈഡിൽ ചെറിയ മുടികളും എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ മുടിയൊന്നും തൂങ്ങിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ഇർക്കിലി സ്ലേഡ് വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. നല്ല നീറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു യൂപ്പിനെടുത്ത് എക്സാക്ട്ലി ഇൻ ദ മിഡിലിൽ ഞാൻ വെക്കുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു മുടികളുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ് ജെൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്കതൊന്നുമില്ല. ഞാൻ സാധാ അലോവേറ ജെല്ലില്ലേ അതെടുത്തിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്യാണ്. അലോവേറ ജെൽ വെച്ച് ചെയ്താലും അതേപോലെ സെറ്റായിട്ട് തന്നെ ഇരിക്കും. സോ ഞാൻ മുടിയുടെ മുകളിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓഫീസ് ഹെയർ ബൺ റെഡിയാണ്. ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റിന് താഴെ എടുക്കുള്ളൂ ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊരു പാർട്ടി ഹെയർ സ്റ്റൈലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കടയിൽ നമുക്ക് ബീഡ്സ് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല അച്ഛാ ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, ഭയങ്കര സിമ്പിളാണ്, 2 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു മുത്ത് ഇങ്ങനെ കോർത്ത് വെച്ചു എന്നേ ഉള്ളൂ. അതിങ്ങനെ അവിടെ എവിടെയായിട്ട് നമുക്കിങ്ങനെ വെക്കാം. എനിക്ക് കണ്ണാടിയിൽ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും എന്താ ചെയ്യണേന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എവിടെയാണ് വെക്കണത്. അതുകൊണ്ട് അത്ര ഭംഗിയായില്ല ഞാൻ വെച്ചപ്പോൾ. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ണാടി നോക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ നോക്കി പ്ലേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് നല്ല രസമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.